ഉപയോഗിക്കുന്ന ആളുകളല്ലേ. എന്നാൽ വാട്സപ്പിൽ നമ്മൾ ഏതെങ്കിലും ഫോട്ടോ ആയാലും വീഡിയോ ആയാലും എന്ത് തന്നെ ആയാലും ക്ലിക്ക് ചെയ്യുമ്പോൾ അത് നമ്മുടെ ഗാലറിയിലോട്ട് സേവ് ആകും. ഈ ഗാലറിയിലോട്ട് സേവ് ആകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മളെ വാട്സപ്പ് ഫോണിൻ്റെ സ്പേസ് പെട്ടെന്ന് തീർന്നുകൊണ്ടിരിക്കും. ഈ ഒരു വാട്സപ്പിലൊരു സെറ്റിങ്സ് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ ആയാലും ഫോട്ടോ ആയാലും പ്ലേ ചെയ്യാൻ പറ്റും. പക്ഷെ അത് നിങ്ങളെ ഫോൺ ഗാലറിയിൽ സേവ് ആകത്തില്ല. അതിപ്പോൾ സാധാരണ ഒരു ചാറ്റ് ആണെങ്കിലും ഗ്രൂപ്പ് ആണെങ്കിലും സാധാരണ ഒരു ചാറ്റിലും നമുക്ക് ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ സെറ്റിങ്സ് വഴി ഇങ്ങനെ ചെയ്ത് വെക്കാൻ സാധിക്കും. ഒരു ചാറ്റിലുള്ളത് മാത്രം അങ്ങനെ നമുക്ക് ഫോട്ടോസ് വീഡിയോസ് സേവ് ആകണം അല്ലെങ്കിൽ സേവ് ആവണ്ട എന്ന് നമുക്ക് വിലയിരുത്തി ആ സെറ്റിങ്സ് അവിടെയും കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഈ രണ്ട് കാര്യമാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. വീഡിയോ ആദ്യത്തെ കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്തതിന് ശേഷം അതിലാണെന്ന് ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നിങ്ങളെല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. എന്നാൽ വാട്സപ്പിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഫോട്ടോ ആയാലും വീഡിയോ ആയാലും എടുത്താൽ നമ്മളെ ഗാലറിയിലോട്ട് സേവ് ആകും. ഗാലറിയിൽ സേവ് ആകുമ്പോൾ നമ്മളെ ഫോണിൻ്റെ സ്പേസ് പെട്ടെന്ന് തീരും. അത് ഫോട്ടോ ആയാലും വീഡിയോ ആയാലും അങ്ങനെയാണ്. എന്നാൽ ഈ ഗാലറിയിൽ നമുക്ക് സേവ് ആക്കേണ്ട എന്ന് തീരുമാനിക്കാൻ സാധിക്കും. വാട്സപ്പിൽ അങ്ങനെ ഒരു സെറ്റിങ്സ് തന്നെയുണ്ട്. പിന്നെ ഇനി ഒരാളെ ഗാലറിയിലുള്ള മാത്രം നമുക്ക് സേവ് ആക്കേണ്ട അങ്ങനെ ഉള്ള സെറ്റിങ്സ് കൊണ്ട് ഒരാളെ ഗാലറിയിലുള്ള കാര്യങ്ങൾ മാത്രം സേവ് നമുക്ക് വാട്സപ്പിൽ നിന്ന് ഗാലറിയിലോട്ട് മാറ്റണം. അങ്ങനെ ഒരു സെറ്റിങ്സും ഉണ്ട്. പിന്നെ മൊത്തത്തിൽ വേണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുണ്ട്. അത് ഞാൻ എങ്ങനെയെന്നാണ് പറഞ്ഞു തരാൻ പോകുന്നത്. 2-3 മെത്തേഡുകളുണ്ട്. ആദ്യം ഒരു മെത്തേഡ് കാണിച്ചു തരാം. അതിനായിട്ട് വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഒരു ചാറ്റ്, ഇവിടെ ഞാൻ ഫസ്റ്റ് ഞാൻ അതെവിടെയാണ് കിടക്കുന്നതെന്ന് കാണിച്ചു തരാം. 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക, ശേഷം സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക, ശേഷം ചാറ്റ് എന്നൊരു ഓപ്ഷൻ കാണും. അവിടെ ക്ലിക്ക് ചെയ്യുക, ശേഷം മീഡിയ ആൻഡ് വിസിബിലിറ്റി അത് ഓണായിരിക്കും. എങ്കിൽ നിങ്ങൾ കാണുന്ന വീഡിയോസൊക്കെ നിങ്ങളുടെ വാട്സപ്പിൽ നിങ്ങളുടെ ഗാലറിയിൽ ഓട്ടോമാറ്റിക്കലി ഗാലറിയിലോട്ട് വരണമായിരിക്കും. അത് ഫോട്ടോ ആയാലും വീഡിയോ ആയാലും അങ്ങനെ തന്നെ. നമുക്ക് ഇനി അത് ഡിസേബിൾ ചെയ്തിട്ട് കൊടുക്കാം. എങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിലൊരു വീഡിയോ കാണാൻ പറ്റും. പക്ഷേ അത് നിങ്ങളുടെ ഗാലറിയിലോട്ട് സേവ് ആകത്തില്ല. ഇനി നിങ്ങൾക്ക് ഒരാളെ ചാറ്റിലുള്ള മാത്രം നിങ്ങൾക്ക് സേവ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഡിസേബിൾ ചെയ്തിട്ടാലും കുഴപ്പമില്ല. ഒരാളെ ഇതിലുള്ള ചാറ്റിലുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾക്ക് നിങ്ങളെ ഗാലറിയിലോട്ട് സേവ് ആക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചാറ്റാണെങ്കിലും ഗ്രൂപ്പാണെങ്കിലും ഒക്കെയാണ്. ഞാനൊരു ഗ്രൂപ്പ് എടുക്കാൻ പോവുകയാണ്. ശേഷം ഞാനിവിടെ ഫയലിലേക്ക് ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ്. ശേഷം ഇവിടെ അതേ ഓപ്ഷൻ തന്നെ കാണാൻ സാധിക്കും. മീഡിയ വിസിബിലിറ്റി ഡിഫാൾട്ടായിട്ട് ഓഫാണ് കിടക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഓൺ ചെയ്ത് കൊടുക്കാം. ഇത് ഗ്രൂപ്പ് ആയതുകൊണ്ടാണ് വരാത്തത്. വേറെ ഒരു ചാറ്റ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഞാനൊരു ചാറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ പഴയതുപോലെ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. അവിടെ വീഡിയോ ആൻഡ് വിസിബിലിറ്റി ഡിഫാൾട്ടായിട്ട് ഞാനെന്നായിരിക്കും കിടക്കുക. ഇവിടെ എസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവരെ ഇത് മാത്രം നമുക്ക് സേവ് ആവുന്നതാണ്. അവരെ അയച്ചു തരുന്ന ഫോട്ടോസും വീഡിയോസും നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ സേവ് ആവുന്നതാണ്. ഡിഫാൾട്ടായിട്ട് ആ സെറ്റിങ്സ് ആയിട്ടാണ് കിടക്കുന്നത്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വേറെ ഒന്നും ആകത്തില്ല, അവരെ ഇത് മാത്രമേ ആകത്തുള്ളൂ. ഇനി ഞാൻ വീണ്ടും സെറ്റിങ്സിൽ പോവുകയാണ്. നിങ്ങൾക്ക്
വീണ്ടും അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ആ സെറ്റിങ്സ് ഇവിടെ ഓഫായി കിടക്കുന്നുണ്ട്. പക്ഷെ അവരയച്ചു തരുന്ന ഫോട്ടോസും വീഡിയോസും മാത്രം നിങ്ങൾ ഗാലറിയിൽ നിങ്ങൾ പ്ലേ ചെയ്യുമ്പോൾ സേവ് ആവും. ഇനി അത് വേണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ആ ചാറ്റ് എടുക്കുക. ഞാനിപ്പോൾ ആ ചാറ്റ് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ശേഷം ഇവിടെ പ്രൊഫൈലിലേക്ക് ക്ലിക്ക് ചെയ്യുക. ശേഷം മീഡിയ വിസിബിലിറ്റി ഓൺ ആയിരിക്കും. അത് ഡിഫാൾട്ടായിട്ട് ഡിഫാൾട്ടിലേക്ക് മാറ്റി കൊടുക്കുക. ഓക്കെ കൊടുക്കുക. ഇനി അവരയച്ചിട്ടുള്ള ഫോട്ടോസും വീഡിയോസും മറ്റുള്ളവരെ പോലെ തന്നെ നിങ്ങൾക്ക് ഗാലറിയിലോട്ട് സേവ് ആവുന്നതല്ല. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്. ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇങ്ങനത്തെ എല്ലാത്തരം ടെക്നോളജി വീഡിയോസ് ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ദേവഹരി എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലേക്ക് ഓൺ ചെയ്തതിന് ശേഷം അതിലാതെ ഓപ്ഷൻ കൊടുക്കുക. ഇതിൽ മാത്രമേ ഞാൻ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ. പിന്നെ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കിട്ടണില്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് ദേവഹരി യൂട്യൂബ് ചാനൽ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ആദ്യം എൻ്റെ യൂട്യൂബ് ചാനൽ തന്നെ ആയിരിക്കും വരുന്നത്. ഇനി നിങ്ങൾ യൂട്യൂബിലാണ് സെർച്ച് ചെയ്യാൻ മുമ്പ് താല്പര്യമെങ്കിൽ നിങ്ങൾ ദേവഹരി യൂട്യൂബ് ചാനൽ ദേവനന്ദൻ എന്നും കൂടെ ടൈപ്പ് ചെയ്യണം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യം നിങ്ങൾക്ക് കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം. പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. പുതിയൊരു വീഡിയോയിൽ നമുക്ക് നാളെ കാണാം. അത്